വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സുദിനമാണ് ഇന്ന്. ഇന്ത്യയിലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘടിത ശക്തിയായി കാലം അടയാളപ്പെടുത്താൻ പോകുന്ന റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രഥമ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആദ്യമായി വലിയ തിരക്കുകൾക്കിടയിൽ ഈ ഒരു മെഗാ ഇവന്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയങ്കരനായ സാബു വർഗീസിന് കടപ്പാട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് മനുഷ്യർ ഉപജീവനമാർഗം കണ്ടെത്തുന്ന റിയൽ IBA എന്ന സംഘടനയ്ക്ക് മുതൽക്കൂട്ടായി അതിന് നട്ടെല്ലായി പ്രവർത്തിക്കുന്ന എല്ലാ ജില്ലയിലും ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതായത് കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട്, വയനാട് നിന്ന് വന്നിട്ടുണ്ട്, ദൂര സ്ഥലങ്ങളിൽ മലപ്പുറത്തൊക്കെ അതിരാവിലെ എത്തിയവരാണ്, കോഴിക്കോട് നിന്ന് വെളുപ്പിന് 4:30 മണിക്ക് എത്തിയവരുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. IBയുടെ ദീർഘകാലത്തെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു ഇത്ര വിപുലമായിട്ടുള്ള ഒരു മീറ്റ്, സംസ്ഥാന ഭാരവാഹികളുടെ മീറ്റ് സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുധീറായാലും എല്ലാവരും ബിജു മജീദ് അവരെല്ലാവരും അത്രയും പ്രിയപ്പെട്ട ആളുകളാണ്, നിത്യേന എന്നോണം കാണുന്ന ആളുകളാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലമാണ്. ഈ കാലം വല്ലാത്ത കാലമാണ്. എക്കാലത്തും ഇത് എല്ലാവരും പറയുന്നുണ്ട്, എക്കാലത്തും വലിയ കാലമാണ്. അപ്പൊ ഞാൻ ഇന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് വരികയാണ്. ഞാൻ പലപ്പോഴൊക്കെ ഈ ന്യൂസ് ചാനലുകളൊക്കെ പോകുന്ന ഒരാളും കൂടിയാണ്. ആ വാർത്ത ഇതാണ്: അലിബാബ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ചൈനയുടെ ആമസോൺ എന്ന് പറയുന്ന ആ സ്ഥാപനം 53 അമേരിക്കൻ ഡോളറാണ് AI സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ Qn3 Max എന്ന, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അത്രയും വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് അത്രയും വലിയ പണം അവർ ഉപയോഗിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനം കണ്ടെത്തി, പുതിയ വഴികൾ കണ്ടെത്തി സ്വന്തം എന്ന ആവശ്യത്തെ തുടർന്നാണ് പല AI നിക്ഷേപമാണ്, AI അധിഷ്ഠിത കമ്പനി വലിയ നിക്ഷേപമാണ്, വലിയ മാറ്റം. പക്ഷെ എനിക്ക് ഇന്നൊരു തൃപ്തിയായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ പ്രസിഡന്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ IBA എന്ന് പറഞ്ഞ സംഘടന നമ്മൾ പ്രൊഫഷണൽ ആക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇന്നിവിടെ സാർ ട്രെയിനിങ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റും സ്റ്റേറ്റ് പ്രസിഡന്റും കൂടി സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു ആശയമാണ്, നമ്മളുടെ ഇവിടെ എല്ലാ മെമ്പേഴ്സിനും ഒരു ട്രെയിനിങ് പ്രൊഫഷണൽ രീതിയിൽ കൊടുക്കണം. കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്, ഈ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളൊരു ആശയം വന്നത്. അതിന് മുൻകൈ എടുത്തത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബിജു മജീദും. കുറച്ച് പേരുടെ പേരെടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. നിയാസ്, പിന്നെ അൻഷാദ്, ഇഫ്തിഖർ, ഇങ്ങനെ കുറേ പേര് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടിയാണ് എഫേർട്ട് എടുത്തിട്ട് ഇന്നൊരു വേദി ഇവിടെ ഒരുക്കിയത്. റിലേഷൻ മേഖലയിലെ ഏറ്റവും വലിയ ഒരു, നേരത്തെ പറഞ്ഞ പോലെ പഞ്ച്വാലിറ്റി, ആ പറഞ്ഞതിനേക്കാളും ഒരു 10-15 മിനിറ്റ് മുമ്പേ ചെന്നാൽ നമുക്ക് അത്രയ്ക്ക്, പിന്നെ കഠിനാധ്വാനവും, പിന്നെ ഈ പറഞ്ഞ പോലെ ദീർഘവീക്ഷണം, അതാണ് റിയൽ എസ്റ്റേറ്റ്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതാണ്. ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ആൾക്കാർ, ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇന്ന സമയത്ത് തന്നെ അവിടെ റോഡ് വരും, ഇന്നത് വരും, ആ സ്ഥലം കച്ചവടമാവും. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ട് പോയാൽ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഒരുപാട് മുന്നിലെത്താൻ പറ്റുമെന്നൊക്കെ തോന്നുന്നത്. ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ അതാണ്. ഏതായാലും ഈ സംഘടന വാനോളം ഉയരട്ടെ, ഒത്തിരി വിവരങ്ങളിലെത്തട്ടെ. ഒരു കാരണവശാലും അതിൽ നിന്ന് കടുവയുടെ വ്യത്യാസത്തിൽ പോകരുത്. ഒത്തൊരുമിച്ച് നിൽക്കണം. ഒരു കുടക്കീഴിൽ സ്ട്രോങ് ആയിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായിട്ട് IBA മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
10 മണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കരുത് എന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ നമ്മൾ സമയനിഷ്ഠ പാലിക്കാത്തത് കൊണ്ട് കുറച്ച് പേർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റോഡ് ബ്ലോക്ക് ഉണ്ട്, വഴി മോശമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 മണിക്കൂർ മുമ്പേ പുറപ്പെടും. അപ്പം ഈ കച്ചവടത്തിൽ വേണ്ട ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്. എന്നെക്കാളും കൂടുതൽ വർഷങ്ങളുടെ പാരമ്പര്യം കച്ചവടത്തിലുള്ള കാരാട് സുലൈമാൻക ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്. IBA എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ച കാലം മുതൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് തമ്മിൽ പിണങ്ങരുത്. ഇവിടെ ഇപ്പൊ വന്ന സമയത്ത് തന്നെ ഇവിടെ പലർക്കും പല വിധത്തിലുള്ള ഈഗോ ഉണ്ടായിട്ടുണ്ട്, പലർക്കും പല ദേഷ്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഓർക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കാൻ തോന്നുമ്പോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മനസ്സിൽ എൻ്റെ രൂപം ഞാൻ ഏൽപ്പിച്ചതാണ്. ഇതൊരു IBA എന്ന് പറഞ്ഞൊരു സംഘടനയായി മാത്രം പോകേണ്ട ഒരു സംവിധാനമല്ല. വരും കാലങ്ങളിൽ ഇതിന്റെ ചിത്രം മാറിക്കൊണ്ടിരിക്കും. നമ്മൾക്കിടയിൽ നിന്നും പലരും ഉദ്യോഗസ്ഥ വിഭാഗങ്ങളിലേക്കും രാഷ്ട്രീയ മേഖലകളിലേക്കും അധികാര കൈകാര്യം ചെയ്യുന്നതിലേക്കൊക്കെ വളരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അന്ന് പറഞ്ഞാൽ ബ്രോക്കർ എന്ന് പറയാൻ മടിയ ചില ആൾക്കാർക്ക്. ഞമ്മക്ക് പൈസ എടുത്ത് ആരും പ്രശ്നമല്ലേ, പരസ്യമായിട്ട് ഇവിടുന്ന് ഞാൻ ബ്രോക്കറാന്ന് പറയാൻ മടി. ഇനി അതിന്റെ തരച്ചാറ് വലിയ കച്ചവടങ്ങൾ 10 കോടി 100 കോടിയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയും നമ്മളിതിന് കുറക്കിട്ടോന്ന് പറയും. ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എല്ലാവരും മുമ്പിൽ എത്ര ഷൈൻ ചെയ്തെന്നൂടെ. ഈ ഈഗോ പറഞ്ഞിട്ട് സാധനം വർക്കൗട്ട് ചെയ്യും, ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് കച്ചവടത്തിന് കിട്ടില്ല, കച്ചവടം അത് അടുപ്പിക്കുന്നതല്ല. അപ്പം എൻ്റെ അടുത്ത് ഞാൻ എല്ലാ റോഡിലും അഭിനയിക്കും. ഞാൻ സൈക്കിളും പുള്ളിത്തുണിയും കള്ളിത്തുണിയും മോട്ടോർ സൈക്കിളും മെർസിഡീസും ഹെലികോപ്റ്ററും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തൊക്കെ പോകുന്നു. എൻ്റെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിനാവശ്യമായ മെറ്റീരിയൽ മുഴുവൻ ഞാൻ സ്റ്റോർ ചെയ്തു. ഞാനവിടെ എൻ്റെ മുന്നോട് കച്ചവടം പറയുമ്പോൾ നോക്കാം പിടിക്കാം, അവർക്ക് മനസ്സിലായി പാര ചെന്നിട്ടുണ്ടാവുന്നു. അത് ഭയങ്കര രസമാണ്. അല്ലേ, കോഴിക്കോട് ഒരു കച്ചവടം ചെയ്ത് എരഞ്ഞിപ്പാലത്തൊരു ബിൽഡിങ് എൻ്റെ 1 ലക്ഷം റുപ്യ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് മറിക്കുന്ന ഒരു പരിപാടിയുടെ കാലഘട്ടത്തിലാണ്. IBAയിൽ ഞങ്ങളൊക്കെ ചേരാൻ കാരണം ഇതിനൊരു മഹത്വമുണ്ട് ഈ സംഘടനയ്ക്ക്. അത് വലിയൊരു സംഭവമാണ്. ഒരു നീതി കിട്ടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക്. ആ നീതി സാബുവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം കിട്ടണം എന്നുള്ളതല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും? ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ അവനവൻ്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി കൊടുക്കണമെന്ന ആ സന്ദേശം ഉണ്ടല്ലോ, അത് സാബുവിന്റെ മനസ്സിലൊക്കെ ഉണ്ട്. ഭൂമിയിൽ എന്ത് കച്ചവടം ചെയ്യുകയാണെങ്കിലും റിയൽ ആവണം എന്നുള്ളതാണ് ആദ്യത്തെ പാഠം. ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതെങ്ങനെ പ്രസന്റ് ചെയ്യേണ്ടത്? പരസ്യം കൊടുക്കണം. ആരെ അട്രാക്ട് ചെയ്യാൻ? ചെറിയ കുട്ടികളെ തൊട്ട് അട്രാക്ട് ചെയ്യാൻ. അപ്പോൾ അതാണ്, ആ ചിന്താഗതിക്കാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മളെപ്പോഴും തിങ്ക് ചെയ്യുക, നമ്മൾ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് അല്ലേ? ഇതുവരെ അങ്ങനെ ആയിരുന്നു. സാറിന്റെ കാലത്തൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ? സാർ തുടങ്ങുന്നൊക്കെ സമയത്ത് യെസ്. പക്ഷെ ഇന്ന് ഏറ്റവും അധികം ഡെസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളും അവിടുത്തെ മദേഴ്സും ഒക്കെയാണ്. പണ്ടത്തെ നിന്ന് മാറിക്കഴിഞ്ഞു. ഓരോ മേഖലയിൽ നമ്മൾ മെന്റേഴ്സിനെ കണ്ടെത്തുക, അവർക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റുള്ളൂ. ഓൾ കേരള ലെവലിൽ 14 ജില്ലകളിലായിട്ട് നമ്മൾ ചാനൽ പാർട്ട്നേഴ്സിന് അവർക്ക് ചാനൽ പാർട്ട്നേഴ്സായിട്ട് നമ്മൾ അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യിക്കും. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സോളാർ എല്ലാവർക്കും ആവശ്യമുള്ളതുകൊണ്ട് നമുക്കൊരു ലീഡ്സ് കിട്ടിയാൽ പോലും മിനിമം ഒരു 10,000 തൊട്ട് നമുക്ക് അതിനകത്ത് മാർജിൻ കിട്ടും. വേണ്ടേ? ഒത്തിരി ക്വാളിറ്റി വേണം.
അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഞാൻ എഞ്ചിനീയറാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് വർഷങ്ങളോളം മരീൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. ഇപ്പോഴും കമ്പനി റണ്ണിങ് ആണ്, ഇന്ത്യയിലും ദുബായിലും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സൈക്കോളജി എടുത്തു, സർട്ടിഫൈഡ് ലൈഫ് കോച്ച് എടുത്തു, ന്യൂറോ ലിങ്കിങ് പ്രോഗ്രാമിംഗ്. മെയിനായിട്ട് കുട്ടികളെയൊക്കെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുക ഞാൻ, കാരണം അവരെ ട്രെയിൻ ചെയ്താലല്ലേ അല്ലേ. നിങ്ങൾ വളർന്ന് മരമായി കഴിഞ്ഞു, അത്ര എളുപ്പമല്ല ഇനി മാറ്റാനായിട്ട്. അവരെ മാറ്റാനാണെങ്കിൽ എളുപ്പമാണ്, അവരുടെ മനസ്സ് മാറ്റാനായിട്ട്. അങ്ങനെ റീട്രെയിൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ സ്കൂളും കോളേജിലൊക്കെ കൂടുതൽ പോകാറ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. സാബു സാറിൻ്റെ നല്ലൊരു സുഹൃത്തായതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇന്നിവിടെ വിളിച്ചത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ദിവസം എനിക്ക് കോൾ വന്നു, യു ആർ സെലക്ടഡ്. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആ ജോലിയിൽ പ്രവേശിച്ചു. ഈ ഇന്റീരിയറിലേക്ക് ഒരു കണക്കടായിട്ടുള്ളൊരു ഇതായിരുന്നു, അവിടെ ലൈറ്റിംഗ് ഒക്കെ. അപ്പോൾ ആ ലൈറ്റിങ്ങിന്റെ ഫ്ലെക്സ് കണ്ടെത്തുക, എത്രത്തോളം ലൈറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഡിസൈൻ ചെയ്ത കമ്പനി. ശരിക്കും എൻ്റെ റിയൽ ഫീൽഡല്ല, വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിയാണ് നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലും വീഗാലാൻഡ് ഒക്കെ അവരുടെ കൺസൾട്ടന്റാണ്. അപ്പൊ ജോലി എന്തിനാണ് അല്ലേ ചോദിച്ചില്ലേ? ചോദിച്ചു എന്ന് അദ്ദേഹം എന്നോട് 99 ചോദിച്ചു. അവിടെയാണ് സെൽഫ് ഇമേജ് കോൺസെപ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എന്ത് പറയും? നിങ്ങളല്ലേ 1 കോടി കടക്കാരാണ് പറയും. റിയൽ എസ്റ്റേറ്റ് മീഡിയേറ്റർ, അതൊരു പൊസിഷനാണ്. നമ്മുടെയൊക്കെ സമയം നമ്മൾ കൂടുതൽ, അതുപോലെ തന്നെ ഏറ്റവും അധികം പ്രവർത്തനം കാഴ്ചവെക്കുന്ന രീതിയാണ് മലപ്പുറം ദാസിലും ഫസിലും ഒക്കെ. നമ്മുടെ ഹാരിസ്, നിങ്ങൾ ട്രഷറല്ലേ? 200 ആളുകൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇവിടെ. ഞാനിത് ഒരു ജില്ലയിൽ നിന്ന് 14 പേര് 10 പേര് പറഞ്ഞെങ്കിൽ പോലും പല ആളുകളും കൂടുതൽ വന്നിട്ടുണ്ട്. മലപ്പുറം 30. കണ്ണുകൊണ്ട്